അപ്പോൾ നമുക്ക് ലിസ്ന ഹോട്ടലിലേക്ക് പോകാം. ലിസ്ന ഹോട്ടലിൽ നമുക്ക് കപ്പക്കറിയും പപ്പടവും നമുക്ക് കഴിക്കാം. ഒപ്പം രാഷ്ട്രീയ വിഷയങ്ങളുമുണ്ട്. നമുക്കൊപ്പം AK അഭിലാഷും VS രഞ്ജിത്തും കൂടി തത്സമയം ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കപ്പക്കറിയും പപ്പടവും ഒന്ന് കഴിക്കാം. അത് ഞങ്ങളൊന്ന് ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ചായിരുന്നോ? കുടിക്കാം. അപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ നല്ല ചായ, കപ്പക്കറി, പപ്പടം. ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം. നമസ്കാരം ചേട്ടാ. ഇതാണ് ഈ കടയുടെ നാഥൻ. ജ്യേഷ്ഠനാണ്. അപ്പൊ ബ്രദേഴ്സ് ആണ് മൊത്തം. അപ്പൊ വോളിബോൾ കളിക്കുന്നതും ബ്രദേഴ്സ് ആണ്, ചായക്കട നടത്തുന്നതും ബ്രദേഴ്സ് ആണ്. മൊത്തത്തിലൊരു ബ്രദേഴ്സ് ഗ്രാമമാണ് ഇയാളാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ ചേട്ടന്റെ പേര്? ഭാസ്കരൻ ചേട്ടനും ചേച്ചിയുടെ പേര് ആണോ? നെയ്മറും സുഹൃത്തും കൂടിയാണ്. എത്ര കാലമായി ലിസ്ന ഹോട്ടല്? ഓക്കെ. അപ്പൊ നമുക്ക് എത്ര 18 വർഷം. അപ്പൊ 18 വർഷം പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ്. നമ്മൾ ഇങ്ങനെ ഹോട്ടൽ തേടിയാണ് നടന്നത് അല്ലേ? ലിസ്ന അല്ലേ? ഓക്കെ. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ സെക്രട്ടറി ഇവിടെ, പ്രതിപക്ഷ നേതാവ് ഇവിടെ, പ്രതിപക്ഷ നേതാവിനെ കൂടെ വിളിക്കാം. ഓക്കെ. നമുക്കപ്പോൾ ചായ കുടിച്ചാലോ? അപ്പം ഇവിടുത്തെ ഫേമസ് ഐറ്റം എന്താ ചേട്ടാ? ആരാ ലിസ്ന? ആരാ? മകളാണോ? മകൾ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. പഠിക്കുകയാണോ? ഓക്കെ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഓക്കെ. അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യത്തിൽ കളി പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം. നല്ല ചായ വേണം. എന്തോ കല്യാണം കഴിഞ്ഞു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ചേച്ചിയുടെ പേര്? ലീല. ഓക്കെ. 18 വർഷമായിട്ട് ചേട്ടനോടൊപ്പം? അല്ല, 10 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നോ? അത് നിങ്ങൾ രണ്ടുപേരുമോ? അല്ല, ചേട്ടൻ ഗൾഫിലായിരുന്നു. ചേട്ടൻ ഗൾഫിലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് കട നടത്തി. കട നടത്തിയത് തുടങ്ങിയത് ചേച്ചിയാണോ? അല്ല, ചേട്ടനാ തുടങ്ങി. ചേട്ടൻ തുടങ്ങി. ഓക്കെ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഐറ്റം ഏതാ? കപ്പക്കറിയാണോ? കപ്പക്കറി. അടിപൊളി. കപ്പക്കറിക്ക് പേര് കേട്ട സ്ഥലം. അപ്പൊ ചേട്ടന് ഇന്ന് മുതൽ നല്ല തിരക്കായിരിക്കും. സാധാരണ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഹോട്ടലുകൾക്ക് അങ്ങനെ ഒരു രാശിയുണ്ട്. പരിചയപ്പെടുത്തിയ ക്യൂ നിൽക്കും. പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് ഇവിടെ. ആണല്ലേ? അപ്പോൾ മൂലാടുള്ള ലിസ്ന ഹോട്ടലിലെ കപ്പക്കറി പപ്പടം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ് ഇവിടെ ഉണ്ടോ? അഭിലാഷ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് സീറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കുക നമ്മള്. എവിടെയാണ് സർ? ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ക്യാമറ ടീം നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ ഇരിക്കാം സർ. ഓക്കെ. അഭിലാഷേ. ഓക്കെ. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കാം. റൈറ്റ്. അപ്പോൾ നമ്മൾ ലിസ്ന ടീ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കപ്പക്കറിയും നല്ല പപ്പടവും കിട്ടും. നമുക്ക് ചായ കുടിക്കാൻ നമ്മൾ കയറിയതാണ്. അതിനു മുമ്പ് നമുക്ക് ചായക്കൊപ്പം ഒരു രാഷ്ട്രീയ വിഷയം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ കൂടെ വിളിച്ചത്. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അതായത് AK അഭിലാഷ് ആ വാർത്ത പറയും. ഇന്നിപ്പോൾ വടകരയിൽ UDF-ന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചായ വരുന്നവരെ നമുക്കൊരു രാഷ്ട്രീയം പറയാം. അപ്പോൾ UDF-ന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം? ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിലുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആ വിഭാഗീയ പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിൽ പോയി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷവും വോട്ടെടുപ്പിന് ശേഷവും ആ ഓളം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ ഇപ്പോഴും കൊടുത്തും വാങ്ങിയും ഒക്കെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതിൽ ഇപ്പോഴും വർഗീയ പ്രചാരണങ്ങൾ ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം. ആദ്യം UDF-ന്റെ നേതൃത്വത്തിലായിരുന്നു ഒരു ക്യാമ്പയിൻ നടത്താമെന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. പക്ഷേ LDF ഉടൻ തന്നെ അതിനെ ആക്ട് ചെയ്താണ് നമ്മൾ കണ്ടത്. LDF ആദ്യം തന്നെ DYFIയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം CPM LDF-ന്റെ നേതൃത്വത്തിൽ ശക്തമായ മറ്റൊരു എളമരം കരീമിനെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം ഇതിന് മറുപടി എന്നോണം തന്നെ യൂത്ത് ലീഗ് ഒരു SP ഓഫീസ് മാർച്ച് നടത്താൻ ഒരു തീരുമാനത്തിൽ വരികയായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ അത് യൂത്ത് ലീഗിൽ നിന്ന് UDYF ഏറ്റെടുക്കുകയും അവർ വലിയ തരത്തിൽ തന്നെ SP ഓഫീസ് മാർച്ച് നടത്തുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും അവിടെ ഉയരുന്ന ഒരു കാര്യം ഈ കാഫിർ പരാമർശത്തിൻ്റെ പോസ്റ്റ് ആര് വ്യാജമായി നിർമ്മിച്ചു എന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം രണ്ട് കൂട്ടരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. പരസ്പരം പഴിച്ചാരിക്കൊണ്ടിരിക്കുന്നു. UDF ആണ് ഇത് ചെയ്തത്, അല്ലെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഇത് ചെയ്തത് എന്ന് LDF ക്യാമ്പിൽ നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ LDF ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് UDF ക്യാമ്പിൽ നിന്ന് വരുന്നു. ഏതായാലും AR റഹീമിൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിനിൽ DYFIൻ്റെ ക്യാമ്പയിനിൽ ഷാഫി പറമ്പിലിനെതിരെ രാഷ്ട്രീയ വിഷം എന്നുള്ള വലിയ തരത്തിലുള്ള ഒരു പരാമർശം കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഒരു മറുപടി ഇന്ന് VD സതീശനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു. വടകര ഇന്ന് 4 മണിക്കാണ് UDF-ന്റെ ക്യാമ്പയിൻ. ഈ കൈവിട്ടു പോവോ അഭിലാഷേ? കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നത് ഒരു കനൽ മതി ഒരു വലിയ തീയായി ആളിപ്പടരാൻ. പ്രത്യേകിച്ച് നാദാപുരവും വടകരയും എന്നുള്ളത് അത്രയും സെൻസിറ്റീവായ ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും അത്തരം സെൻസിറ്റീവായുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ സാധാരണ നിലയിലേക്ക്, ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്താനുള്ള തീരുമാനം വന്നിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ക്യാമ്പയിനുകൾ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.